അച്ഛ ഞാൻ അച്ഛനോട് ചെയ്തത്. എന്നേക്കുമായി ഈ മകള് ദൂരേക്ക് അയക്കണമെന്ന് അച്ഛന്റെ മനസ്സില്. ആദ്യമായിട്ട് അച്ഛൻ എനിക്ക് സാരി വാങ്ങി തന്നപ്പോ അതെനിക്കുള്ള പിറന്നാൾ സമ്മാനമാണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. ഈ സാരി എന്റെ പ്രിയപ്പെട്ട അച്ഛൻ എനിക്ക് തന്ന പിറന്നാൾ സമ്മാനം അല്ലായിരുന്നു അല്ലേ? എന്നെ ദൂരേക്ക് അയക്കാനായി എനിക്ക് വാങ്ങി തന്നതായിരുന്നു അല്ലേ? എന്തിനാ അച്ഛ എന്നോട് ഇങ്ങനെ? അച്ഛൻ എന്നെ സ്നേഹിച്ചിട്ടില്ല. സ്നേഹം തരാൻ എന്റെ അമ്മയെ എനിക്ക് വേണമെന്ന് ഒരിക്കൽ പോലും അച്ഛനോട് ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. സ്വന്തം വീട്ടിൽ ഒരനാഥയെ പോലെ ജീവിക്കുന്ന എന്നെ എന്നേക്കുമായി അനാഥയാക്കി അകലേക്ക് അയക്കാൻ പോവാണ് അച്ഛൻ. കുറച്ചു നാള് കൂടിയെങ്കിലും എന്റെ മകൾ ഈ വീട്ടിൽ നിന്നോട്ടെ എന്ന് അച്ഛന് തോന്നിയില്ല. കാരണം വളർത്ത നായോട് കാണിക്കുന്ന സ്നേഹത്തിന്റെ ഒരംശം പോലും എന്റെ അച്ഛന് ഈ മകളോടില്ലല്ലോ. നീ വന്നോ? എന്തിനാ നീ വന്നത്? എന്റെ കണ്ണീര് കാണാനോ? അതോ വീണ്ടും നുണകൾ പറഞ്ഞ് എന്നെ പറ്റിക്കാനോ? പറ, എന്താ എന്താ നീ എന്നോടൊന്നും പറയാത്തത്? എന്റെ എൻഗേജ്മെന്റ് ആയിരുന്നെന്ന് നിനക്കറിയായിരുന്നു. പക്ഷെ നീ അത് എന്നോട് പറയാതെ മറച്ചു വച്ചു. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും മാഡത്തിനെ സംരക്ഷിക്കാൻ ഞാൻ എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഇനി മാഡത്തിന് വേണ്ടത് ഒരു ഭർത്താവിന്റെ സംരക്ഷണം, ഒരു അച്ഛന്റെയും അമ്മയുടെയും വാത്സല്യാണ്. ഓ, അപ്പൊ രാജു ഒരുപാട് ദൂരം കടന്നൊക്കെ ചിന്തിച്ചു അല്ലേ? പക്ഷെ എന്റെ മനസ്സ് രാജു കണ്ടില്ല. അല്ല, എന്റെ മനസ്സിൽ എന്താണെന്ന് അറിഞ്ഞുകൊണ്ടും രാജു കണ്ടില്ലെന്ന് നടിച്ചു. എന്റെ അച്ഛനെ പോലെ ഞാൻ ഈ വീട്ടിൽ നിന്ന് പോണെന്ന് നീയും ആഗ്രഹിച്ചു. പക്ഷേ ഞാൻ ഇതിനൊന്നും സമ്മതിക്കില്ലെങ്കിലോ? മാഡം ആവേശപ്പെട്ട് തീരുമാനം എടുക്കരുത്. മാഡത്തിന്റെ നല്ലതിന് വേണ്ടിയാ ഞാൻ. മിണ്ടരുത്. ഇനി നിനക്ക് അത് പറയാനുള്ള യോഗ്യതയില്ല. എന്റെ നല്ലതായിരുന്നു നീ ചിന്തിച്ചിരുന്നെങ്കിൽ എല്ലാം അറിഞ്ഞപ്പോ തന്നെ നീ എന്നോട് തുറന്നു പറഞ്ഞേനെ രാജു. നീ എനിക്ക് ട്യൂഷൻ എടുത്തതും റിസ്ക് എടുത്ത് എന്നെ പഠിപ്പിച്ചതിനൊക്കെ പിന്നിൽ എന്നെ വിവാഹം കഴിപ്പിച്ച് വിടണമെന്ന് മാത്രമായിരുന്നു. ഇങ്ങനെയൊന്നും എന്നോട് പറയരുത് മാഡം. എനിക്ക് മാഡത്തിനോടൊന്നും തുറന്നു പറയാനായില്ല. പറയണമെങ്കിൽ
അത് എങ്ങനെ പറയണമായിരുന്നു? എനിക്ക് അറിയില്ല. ഞാൻ പറഞ്ഞ് ഈ വിവാഹ തുടക്കത്തിലെ മുടങ്ങുമായിരുന്നെങ്കിലോ? എന്നായാലും വിവാഹം കഴിച്ച് ഈ വീട്ടിൽ നിന്നും പോകേണ്ട ആളാണ് ഋതിക മാഡം. വിവാഹകാര്യം ഞാൻ മറച്ചു വെച്ചു എന്നുള്ള ഒറ്റ കാര്യത്തിന് മാഡം എന്നെ ഇത്രയും ദേഷ്യത്തോടെ കാണുമ്പോ നമുക്കിടയിലുണ്ടായിരുന്ന ആ ആത്മബന്ധം എന്നേക്കുമായിട്ട് ഇല്ലാതാവുമെന്ന് എനിക്ക് പേടിയാവുന്നു. ആരാ മാഡം ഞാൻ? ഒരു ജോലിക്കാരൻ. മാഡത്തിന്റെ ജീവിതത്തിലെ വലിയൊരു ശുഭകാര്യത്തില് അഭിപ്രായം പറയാനും മാത്രം